എത്ര തവണ നീ ശപിച്ചിട്ടുണ്ടാവണം. ഭംഗിയുള്ള മറ്റൊരു ജീവിതം നിനക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. നിനക്ക് നല്ലൊരു ഭർത്താവും നിന്റെ കുട്ടികൾക്ക് നല്ലൊരു അച്ഛനുമായി മറ്റൊരാൾ. നിന്റെ രൂപം തന്നെ ഇതായിരിക്കില്ല. എൻ്റെ എല്ലാ വൃത്തികേടുകൾക്കും മുന്നിൽ ചിരിച്ച് ചിരിച്ച് നിനക്ക് വല്ലാതെ വയസ്സായി പോയിരിക്കുന്നു സീത. എന്നെ ഞാനാക്കുന്ന എൻ്റെ സ്വാർത്ഥതയിൽ നിന്നോട് തെറ്റുകൾ ചെയ്തതായി എന്തോ എനിക്ക് തോന്നുന്നില്ല. എല്ലാം തെറ്റുകളായിരുന്നെങ്കിൽ പോലും നിനക്കെപ്പോൾ വേണമെങ്കിലും എന്നിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്ന എക്സ്ക്യൂസാണ് എൻ്റെ മനസ്സ് കണ്ടെത്തുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഈ രോഗം എന്നെ നിന്റെ മുറിയിലെ കട്ടിൽ കാലുകളിൽ കെട്ടിയിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ കുറ്റബോധങ്ങൾ ഓരോന്നായി ഉണരും. നിന്റെ മുന്നിൽ തീരെ അങ്ങ് ചെറുതായി ഒടുവിൽ ഒന്നുമല്ലാതായി മാറാൻ എനിക്ക് വയ്യ സീത. നിനക്കെന്നെ അറിയില്ലേ? ഞാനെന്ന ഭാവങ്ങളെല്ലാം അറിയില്ലേ? എനിക്കിനി നീ ഉണ്ടാവരുത്. എന്നെ കണ്ടില്ലെന്ന് നടിക്കാൻ, ഭീകരമായി എന്നെ നെഗ്ലക്റ്റ് ചെയ്യാൻ, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നെ വിശ്വസിപ്പിക്കാൻ നിനക്ക് കഴിയുമോ? വീണ്ടും നിന്നോട് ഞാൻ ആവശ്യപ്പെടുകയാണല്ലേ. എന്നിലെ പുരുഷൻ മുരടിച്ചു തുടങ്ങുന്ന ഈ സെല്ലുകൾക്കൊപ്പം മരിക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം. പകലറുതിയിൽ അവളുടെ ഫോൺ കോൾ. ഇനി വരുമ്പോൾ ഞാൻ യാചിച്ചേക്കും ദയയ്ക്ക് വേണ്ടി. എന്തിനോടാണ് ദയ കാട്ടേണ്ടത്? എൻ്റെ മനസ്സിനോടോ ശരീരത്തിനോടോ? ഡോക്ടറോട് ഞാൻ ചോദിച്ചു, മരിച്ചു പോകുമെന്ന് ഉറപ്പാണെങ്കിൽ ഈ പരാതികൾക്കും പരാധീനതകൾക്കും വിട്ടുകൊടുക്കാതെ തീർത്ത് തന്നുകൂടെ നിങ്ങളുടെ ആശുപത്രികൾക്കെന്ന്? നിയമം അനുവദിക്കില്ലെന്ന്. കർമ്മഫലങ്ങളെല്ലാം അനുഭവിച്ച് തീർത്തേ മരിക്കാവൂ എന്നാണോ നിയമവും പറയുന്നത്? ജ്യോതിഷികൾ ഡ്രാഫ്റ്റ് ചെയ്തൊരു ജുഡീഷ്യൽ കോഡാണ് നമ്മുടേതെന്ന് തോന്നുന്നു. നിനക്കെന്നെ സഹായിക്കാനാവില്ലേ? ഞാൻ പ്രതീക്ഷിക്കും മുമ്പേ മരണത്തിലേക്ക് ഉരുന്ത്. ഇതിനപ്പുറം ഈ ജീവിതം വേണ്ട. ഒന്ന് വരാമോ? ഒരു സ്വാർത്ഥതയുമുണ്ട് അതിന് പിന്നിൽ. ഞാൻ അവസാനിക്കും മുമ്പ് ഈ ശബ്ദത്തെ ഒന്ന് നേരിൽ കാണണം. വരാൻ സാധിക്കുമോ? ഞാൻ വരാം. ആരായിരുന്നു അത്? ആദി, ആരായിരുന്നു ആ സ്ത്രീ? പറയില്ല. തള്ളി ഞാൻ കടലിലേക്കിടും. മനുഷ്യനെ വെറുതെ മോപ്പിച്ചിട്ട് പറ ആദി. നീ വലിയ ബുദ്ധിശാലിയല്ലേ, കണ്ടുപിടിക്ക. യു വോണ്ട് ഗെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് മൈ മൗത്ത്. നോവലിന്റെ എൻഡി കാണുമല്ലോ, ഞാൻ വായിച്ചോളാം. ഏയ് ഇല്ല, നോവൽ അവസാനിക്കുന്നത് അച്ഛൻ്റെ വീഴ്ചയിലാണ്. ആ സ്ത്രീ ആരായിരുന്നെന്ന് ഞാൻ പറയുന്നില്ല. ആദി, യു ആർ എ സാഡിസ്റ്റ്. ഇങ്ങനൊരു പോയിന്റ് കൊണ്ട് നിർത്തി എന്റെ ഇന്നത്തെ ഉറക്കം കൊളമാക്കാനാണ് പ്ലാനെങ്കിൽ സോറി. ഗുഡ് നൈറ്റ്. അമ്മ, ആദിയുടെ അമ്മ. സിദ്ധാർത്ഥന്റെ മൈഥിലി ഫോണിന്റെ റിസീവറിൽ സാരിത്തലപ്പ് ചുറ്റി അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദമായി മാറാൻ അമ്മ തീരുമാനിച്ചത് എന്തിനും ആവട്ടെ, ആ പ്രണയത്തിന് മുന്നിൽ നമ്മൾ ഒന്നുമല്ലാതെയാവുന്നു. പത്മ,
നിനക്കെന്നെ വേണ്ട. ആരെയെങ്കിലും അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ബട്ട് ഹൗ ഡിഡ് യു നോ അത് അമ്മയായിരുന്നു എന്ന്? നീ വിശ്വസിക്കില്ല, എങ്കിലും പറയാം. അച്ഛൻ പറഞ്ഞു തന്നു. എഴുത്ത് വഴിമുട്ടി നിന്ന് ഉറക്കം വരാത്ത ഇവിടുത്തെ രാത്രികളിലൊന്നിൽ അച്ഛൻ വന്നു. മൈഥിലി, ഒരു ശബ്ദമായെങ്കിലും എൻ്റെ സങ്കല്പത്തിലെ ഭാര്യയായി മാറാൻ ശ്രമിച്ചവൾ. അവളെ ഞാൻ കണ്ടില്ല, അറിഞ്ഞില്ല. ആവേശമായിരുന്നു. കാണാ കാഴ്ചകൾ കാണാൻ, കീഴടക്കാൻ. ഒടുവിൽ അവൾ തന്നെ വേണ്ടി വന്നു. തെറ്റുകളായിരുന്നു എൻ്റെ ചുറ്റിലും. തിരുത്താൻ കഴിയും മുമ്പ് എന്നെ കടന്നുപോയ തെറ്റുകൾ. ആദി, കാലമേറെ കഴിയും മുമ്പേ നിങ്ങൾക്ക് തിരിച്ചറിയാനാവട്ടെ മറ്റൊരു ജീവനെ, മനസ്സിനെ, സ്വന്തം എന്ന അഹന്തയില്ലാതെ അറിയാൻ കഴിയുന്ന ആ സത്യത്തിനെ, പ്രണയത്തിനെ. വൈദ്യസാർ പറഞ്ഞത് ശരിയാണ്. ദേ എക്സിസ്റ്റ്. കടന്നുപോയവർ നമുക്കിടയിൽ തന്നെയുണ്ട്. തീക്ഷ്ണമായി ആഗ്രഹിച്ചാൽ നമുക്കവരെ കാണാം, പകലിൽ നക്ഷത്രങ്ങളെപ്പോലെ.